റഷ്യ-യുക്രൈൻ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ഭീതി വർദ്ധിക്കുന്നതിനാൽ യുക്രൈൻ പൗരന്മാരെ നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് റിപ്പോർട്ട്. റഷ്യയുടെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിൽ യുക്രൈൻ ഒറ്റയ്ക്കല്ല. റഷ്യയുടെയും യുക്രൈന്റെയും അതിർത്തി പങ്കിടുന്ന പോളണ്ടും ആക്രമണ ഭീഷണി നേരിടുന്നതിനാൽ അപകടകരമായ സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ പൗരന്മാർക്ക് ഉടൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് സൂചന. യുക്രൈനിലെ സൈനികരുടെ എണ്ണം കുറയുന്നത് ദേശീയ സുരക്ഷാ വിദഗ്ധരിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ വ്ളാഡിമിർ പുടിൻ നേരിട്ട് ആക്രമണം നടത്തിയാൽ രാജ്യത്തിന് ശക്തമായ പ്രതിരോധം തീർക്കാൻ ആകില്ലെന്ന് ഒരു മുൻ കമാൻഡർ മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുക്രൈനിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയതിനെ തുടർന്ന് നിലവിൽ 72,000-ലധികം സൈനികർ മാത്രമാണ് ഇപ്പോൾ യുക്രൈൻ സൈന്യത്തിനായി സേവനമനുഷ്ഠിക്കുന്നത്. നെപ്പോളിയൻ യുദ്ധങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സംഖ്യ കൂടിയാണ്. ഈ കുറവ് പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായി അധികാരികൾ മുന്നോട്ടുവയ്ക്കുന്നത് നിർബന്ധിത സൈനിക പരിശീലനം വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നതാണ്. അതായത് സാധാരണ പൗരന്മാരെ നിർബന്ധിത സൈനിക പരിശീലനത്തിനായി ഒരുക്കുകയും ഭാവിയിലേക്കുള്ള സൈനിക വിന്യാസത്തിനായി സ്റ്റാൻഡ് ബൈയിൽ നിർത്തുകയും ചെയ്യും. എന്നാൽ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നിവയുൾപ്പെടെ യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളും ഈ രീതി ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു എന്നത് പ്രധാനമാണ്. പക്ഷേ 1963 നാഷണൽ സർവീസ് അവസാനിച്ചതിനുശേഷം യുക്രൈനിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള നിർബന്ധിത സൈനിക സേവനവും നടന്നിട്ടില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിന് തൊട്ടുമുൻപ് ബ്രിട്ടൻ നിർബന്ധിത സൈനിക സേവനം ആരംഭിച്ച കാലത്ത് 20നും 22നും ഇടയിൽ പ്രായമുള്ള അവിവാഹിതരായ പുരുഷന്മാർക്ക് 6 മാസത്തെ സൈനിക പരിശീലനം കൊടുത്തുകൊണ്ട് 2,40,000-ഓളം പേരെയാണ് സൈന്യത്തിലേക്ക് ചേർത്തിരുന്നത്. എന്നാൽ അഡോൾഫ് ഹിറ്റ്ലർ പോളണ്ട് ആക്രമിച്ചതിനെ തുടർന്ന് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇതിനുള്ള പ്രായപരിധി 18നും 41നുമിടയിൽ ആക്കിയിരുന്നു. അതേസമയം വൈദ്യശാസ്ത്രപരമായി അയോഗ്യരായ പുരുഷന്മാർക്കോ കൃഷി, വൈദ്യശാസ്ത്രം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ജോലി ചെയ്തിരുന്നവർക്കോ ഇളവുകൾ നൽകി വന്നിരുന്നു. എന്നാൽ 1941 അവസാനത്തോടെ 20നും 30നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളും കുട്ടികളില്ലാത്ത എല്ലാ വിധവകളും യുദ്ധസേവനത്തിലേക്ക് ചേരാൻ നിർബന്ധിതരായി. മാത്രമല്ല പുരുഷന്മാരുടെ പ്രായപരിധി 51 വയസ്സാക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അക്കാലത്ത് 52നും 60നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ പോലും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക സേവനത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിത. പക്ഷേ യുദ്ധാനന്തരം യുക്രൈനിൽ 17നും 21നും ഇടയിൽ പ്രായമുള്ളവരും ആരോഗ്യമുള്ളവരുമായ എല്ലാ പുരുഷന്മാരും 18 മാസം സായുധ സേനയിൽ സേവനം അനുഷ്ഠിക്കണമെന്നും 4 വർഷത്തെ കരുതൽ കാലയളവ് വേണമെന്നും നാഷണൽ സർവീസ് പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും നേരിട്ടുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ യുക്രൈൻ ഒരിക്കലും സ്ത്രീകളെ നിയോഗിച്ചിട്ടില്ല. എന്നാൽ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇത് മാറണമെന്നാണ് പൊതുജനങ്ങൾ കരുതുന്നതായി സമീപകാല വോട്ടെടുത്തു സൂചിപ്പിക്കുന്നത്. ഈ നടപടി വീണ്ടും നടപ്പിലാക്കണം ആക്കുകയാണെങ്കിൽ പുരുഷന്മാരെ പോലെ സ്ത്രീകളും നിർബന്ധിത സൈനിക സേവനത്തിന് പിന്തുണയ്ക്കുന്നുണ്ടെന്ന് യൂഗോസ്ലാവിയാണ് കണ്ടെത്തിയത്. ലോകം ഇപ്പോൾ യുദ്ധത്തിനു മുൻപുള്ള അവസ്ഥയിലാണെന്ന് ഭയാനകമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും യുക്രൈൻ ആക്രമിക്കപ്പെടാൻ പോകുകയാണെങ്കിൽ പോലും നിരവധി യുവാക്കൾ തങ്ങളുടെ രാജ്യത്തിനുവേണ്ടി പോരാടാൻ തയ്യാറാകില്ലെന്നു കൂടി ഇതേ പോളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സാഹിത്യസേനയിൽ സേവനമനുഷ്ഠിക്കാൻ വിസമ്മതിക്കുമെന്ന് 40 വയസ്സിന് താഴെയുള്ള ഏകദേശം 38% പേരും പറഞ്ഞിരുന്നു. ഒരു ആക്രമണം നേരിട്ടാലും 30% പേർ സേവനം അനുഷ്ഠിക്കില്ല എന്നാണ് സർവേ വെളിപ്പെടുത്തിയത്. അതേസമയം യുക്രൈനിൽ ഒരു തരത്തിലുമുള്ള നിർബന്ധിത സൈനിക നിയമനത്തിനും പദ്ധതികളിലെന്ന് പ്രധാനമന്ത്രി ഡെനിസ് ഷമിഹേൽ വ്യാഴാഴ്ച ന്യൂസ് ഏജൻസ് ബ്രോഡ്കാസ്റ്റിനോട് പറഞ്ഞിരുന്നു. ആരും നിർബന്ധിത സൈനിക നിയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നും അത്തരമൊരു നിർദ്ദേശം എന്റെ ചുണ്ടുകളിൽ ഒരിക്കലും വന്നിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്നിരുന്നാലും യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അസ്ഥിരമായ ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും വ്ളാഡിമിർ പുടിൻ വീണ്ടും യുക്രൈനിനെ ആക്രമിക്കാൻ ധൈര്യപ്പെടുമെന്നും യുക്രൈനിലുള്ള പിന്തുണ യുഎസ് ദുർബലപ്പെടുത്തുകയും വെടിനിർത്തൽ കരാറുകൾ റഷ്യ നിരസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയാണെങ്കിൽ യുക്രൈൻ നിർബന്ധിത സൈനിക സേവനത്തിന് തയ്യാറാകണമെന്ന വിഷയത്തിൽ മുൻ ഉന്നത ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി എന്നാണ് റിപ്പോർട്ടുകൾ. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ്.